ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാർട്ട്ണർക്ക് മറ്റൊരു അഫെയർ ഉണ്ട് എന്നറിയുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ പലപ്പോഴും നമുക്ക് വരാറുണ്ട്. അതായത് നമ്മൾ ആ ഒരു സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ കുറച്ച് കടുത്തതായിരിക്കാം. ആ സമയത്ത് പലർക്കും തീരുമാനങ്ങൾ എടുക്കാൻ പോലും കഴിയാറില്ല, കാരണം മാനസികാവസ്ഥ അങ്ങനെ ആവാം. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് അങ്ങനെ ഒരു എക്സ്ട്രാ അഫെയർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് അതായത് ആ ഒരു സമയത്ത് നിങ്ങൾ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത കുറച്ച് തീരുമാനങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഈ ഒരു എക്സ്ട്രാ അഫെയർ എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം കാണാറുണ്ട്. ഇപ്പോൾ ഒരാളെ കല്യാണം കഴിച്ചിട്ടും അല്ലെങ്കിൽ ഒരാളെ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരാളെ പ്രണയിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യുന്ന ആൾക്ക് വലിയ രീതിയിലുള്ള കുഴപ്പമില്ലെങ്കിലും ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാണ്. അപ്പൊ അങ്ങനെ അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒരു എക്സ്ട്രാ അഫെയർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, അത് നിങ്ങളുടെ കൂടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അതെന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുത്തു ചാടി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കരുത് എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഡിസിഷൻ എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ബ്രേക്കപ്പ്, ഡിവോഴ്സ്, ഈ രീതിയിലായിരിക്കും. ഫാമിലിനെ എല്ലാവരും വിളിക്കുക, എന്നിട്ട് എല്ലാവരെയും കാര്യങ്ങൾ അറിയിക്കുക, എങ്ങനെയെങ്കിലും ഇത് വിട്ടു പോകണം. ഈ രീതിയിലാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ അത്രയധികം സ്നേഹിക്കുന്ന ഒരാൾക്ക് നമ്മളല്ലാതെ മറ്റൊരാളെ ഇഷ്ടമാണ്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനം അത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ആ ഒരു മൈൻഡ് ഒന്ന് സെറ്റിൽ ആവാനുള്ള ടൈം കൊടുക്കുക. എടുത്തു ചാടി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അത് പിന്നീട് നമുക്ക് അബദ്ധമാണെന്ന് തോന്നിയേക്കാം. ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അഫെയർ ഉണ്ട് എന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണയായിരിക്കാം. ഇനിയിപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു കാരണക്കാരി അല്ലെങ്കിൽ കാരണക്കാരൻ നമ്മൾ തന്നെ ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പല മിസ്റ്റേക്കുകളും ആയിരിക്കാം ചിലപ്പോൾ അവരെ മറ്റൊരു ബന്ധത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുക. എന്ന് കരുതി അവരങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തത് ശരിയാണെന്നുള്ളതല്ല, തെറ്റ് തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ അതിനൊരു കാരണക്കാരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളത് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് ആ ഒരു അഫെയർ വേണ്ടാന്ന് വെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അഫെയർ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങളെ ഇഷ്ടമല്ല എന്നുള്ളതോ നിങ്ങൾക്ക് തരുന്ന പ്രാധാന്യം കുറഞ്ഞു പോയി എന്നൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അവർക്ക് ഒന്നും തുറന്നു പറയാൻ പറ്റാതെ ആവുമ്പോൾ, അതായത് ഒരു മാനസികാടുപ്പം ഇല്ലാതെ വരുമ്പോൾ മറ്റൊരാളോട് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നിയതായിരിക്കാം. അപ്പോൾ നിങ്ങൾ എടുത്തു ചാടി തീരുമാനമെടുക്കുന്നതിന് പകരം ഒന്ന് മൈൻഡ് സെറ്റ് ഓക്കെ ആവാനുള്ള ടൈം എടുക്കുക, എന്നിട്ട് സംസാരിച്ച് ഓക്കെ ആക്കുക. അതല്ലെങ്കിൽ അവരോട് പതിയെ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ റിലേഷൻഷിപ്പിൽ എന്ത് കുറവാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ആ കുറവ് നികത്താൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധം കുറച്ചുകൂടി മനോഹരമായിട്ട് മുന്നോട്ട് പോകുമായിരിക്കാം. അപ്പോൾ ഒരിക്കലും പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഒരു സമയത്ത് പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉടനെ റിവെഞ്ച് ചെയ്യുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പോവുക എന്നുള്ളതാണ്. അതായത് നീ അങ്ങനെ ചെയ്തില്ലേ, പിന്നെ ഞാനും ഇനി അതേ രീതി തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യാം. ഇവിടെ നേട്ടം രണ്ടു പേർക്കും ഇല്ല, അതേപോലെ നഷ്ടം മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുമ്പോൾ നിലവിൽ നിങ്ങൾ ഓക്കെ ആക്കാൻ ശ്രമിച്ചാൽ ഓക്കെ ആവേണ്ടിയിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് പോലും കൂടുതൽ വഷളാവും. അത് മാത്രമല്ല, മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഭാവി പിന്നീട് എന്താകുന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾക്കും ആ ഒരാളെ തന്നെ, ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് ചൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പേഴ്സണുമായിട്ടുള്ള ലൈഫ് ചൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവിടെ നിങ്ങളുടെ ഫാമിലി, അവിടെ നിന്ന് ഉണ്ടാവുന്ന ഒരു എതിർപ്പുകൾ, നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ചില മോശമായിട്ടുള്ള, ചിലപ്പോൾ ആളുകളൊക്കെ വളരെ മോശമായിട്ട് പെരുമാറാം. നമ്മൾ ബാക്കിയുള്ളവരെ നോക്കി ജീവിക്കേണ്ടതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ കാരണം ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരായിരിക്കും വേദനിക്കേണ്ടി വരിക. അപ്പം നമ്മൾ അങ്ങനെ അവരെ പോലെ തന്നെ നമ്മളും ചെയ്യും, എന്നിട്ട് അതിലൂടെ അവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കും എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടെങ്കിൽ ആ ചിന്ത വെറുതെയാണ്. നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവരെ വേദനിപ്പിക്കാനൊന്നും പറ്റില്ല, നേരെ മറിച്ച് വേദനിക്കേണ്ടി വരിക നമ്മളും നമ്മളെ സ്നേഹിക്കുന്ന ആളുകളും തന്നെയാണ്. സോ അങ്ങനെ റിവെഞ്ച് ചെയ്യാന്നുള്ളൊരു കാര്യം മാറ്റി വെച്ചിട്ട് ഇത് തന്നെ ഓക്കെ ആക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിച്ചു നോക്കാം എന്നൊരു ചിന്താഗതിയിലേക്ക് ഒന്ന് വരാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം, മറ്റൊരാളെ മാത്രം കുറ്റപ്പെടുത്തുക എന്നുള്ളൊരു രീതി പലർക്കും നമ്മൾ കാണാറുണ്ട്. അതായത് പാർട്ട്ണർ ഇങ്ങനെ ഒരു അഫെയറിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ പാർട്ട്ണറെ പോലും കുറ്റപ്പെടുത്തില്ല, ആ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടല്ലോ, അതായത് ആരുമായിട്ടാണോ പാർട്ട്ണർ അഫെയറിലായിട്ടുള്ളത് ആ ഒരു പേഴ്സണെ നമ്മളിങ്ങനെ ബ്ലെയിം ചെയ്യും. അതിലൊരിക്കലും അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. അതിനൊരിക്കലും നിങ്ങളുടെ പാർട്ട്ണർ ചെയ്ത കുറ്റം ഇല്ലാണ്ടാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരാളെ ഇങ്ങനെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുക,
പാർട്ട്ണറോട് തന്നെ അവരെക്കുറിച്ച് ഇങ്ങനെ മോശമായി പറഞ്ഞുകൊണ്ടിരിക്കുക, അതിലർത്ഥമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ് ഇപ്പം നിങ്ങൾ എത്രത്തോളം ആ ഒരു വ്യക്തിയെക്കുറിച്ച് മോശമായിട്ട് നിങ്ങളുടെ പാർട്ട്ണറോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു, അത്രയധികം സ്ട്രോങ് ആവും അവരുടെ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു കാര്യവുമില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണർ ചെയ്ത തെറ്റ് ഇല്ലാണ്ടാവുന്നില്ല. റെസ്പോൺസിബിലിറ്റി മുഴുവനായിട്ട് ഇവരുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുകയും വേണ്ട. ചിലപ്പോൾ നിങ്ങളും അതിനൊരു കാരണക്കാരായേക്കാം. അതുകൊണ്ട് അവരെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് മാറ്റുക. കാരണം അങ്ങനെ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആവും. എന്ന പോലെ തന്നെ നിങ്ങളോടുള്ള ഇഷ്ടം വീണ്ടും വീണ്ടും കുറഞ്ഞു കുറഞ്ഞു പോവും. അതുകൊണ്ട് ബന്ധം ഓക്കെ ആക്കണം എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കുറ്റപ്പെടുത്തൽ കഴിവതും ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സമയത്ത് അവരെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യാറുള്ളത്. അതായത് ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടില്ല. കാരണം നമുക്കതിന് കഴിയില്ല. അപ്പൊ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെക്കാൾ എന്ത് കഴിവാണ് അല്ലെങ്കിൽ എന്താണ് അവരിൽ കണ്ടതെന്നുള്ളതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടി വരിക. നമ്മളിപ്പോൾ എവിടെ, എങ്ങനെ, ഇപ്പോൾ എവിടെ വെച്ച് കണ്ടു, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ കുറച്ചൊന്ന് ഓക്കെ ആവാൻ വേണ്ടി ടൈം എടുക്കുക. ഒന്ന് കാം ആവാൻ, ഒന്ന് കൂൾ ആവാൻ വേണ്ടിയിട്ടുള്ള ടൈം നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. അവരോടും അങ്ങനെ എടുത്തു ചാടി ഓരോന്ന് ചോദിക്കരുത്. ചോദിക്കുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് മാത്രമല്ല, ഈ ഒരു കാര്യം അറിഞ്ഞ സമയത്ത്, അതായത് അവർക്ക് ഇങ്ങനെ ഒരു അഫെയർ ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഒരുപാട് വിഷമമായിരിക്കും. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഓരോ കാര്യം ചോദിക്കുമ്പോഴും അവരതിനുള്ള ആൻസർ തരുമ്പോൾ ആ വേദന കുറച്ചുകൂടി കൂടും എന്നല്ലാണ്ട് നിങ്ങളുടെ വിഷമം കുറയാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളായിട്ട് എന്തിനാണ് നിങ്ങളുടെ വിഷമം കൂട്ടാൻ നിൽക്കണേ? അപ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, അത് എന്താ വെച്ചാൽ കഴിഞ്ഞ കാര്യമാണ്. അത് കഴിഞ്ഞത് വിടാൻ പറ്റുന്നുണ്ടെങ്കിൽ വിടാൻ അങ്ങനെ പലർക്കും പറ്റാറില്ല. അതാണ് വാസ്തവം. എങ്ങനെയാണെങ്കിലും ഇങ്ങനെ അടിക്കടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണ്ട. നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആയി എന്നുള്ളത് അതിന് ശേഷം മാത്രം, ഇനിയിപ്പോൾ എന്ത് കേട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല, അത്രയും സ്ട്രോങ് ആയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പിന്നീട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലാത്ത പക്ഷം വെറുതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കരുത്. അത് നിങ്ങളെ വേദനിപ്പിക്കുകയാണ്. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തരുത് എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനൊരു കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ ആദ്യം ചെയ്യുക സ്വയം കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ ശരിയല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ കുറവുകൾ ഉള്ളതുകൊണ്ടാണ് എൻ്റെ പാർട്ട്ണർക്ക് ഇങ്ങനെ മറ്റൊരു അഫെയർ വന്നിട്ടുള്ളത്, സോ ഞാനാണ് തെറ്റുകാരി എന്നുള്ള രീതിയിൽ പലരും ചിന്തിക്കാറുണ്ട്. സെൽഫ് കോൺഫിഡൻസ് വളരെയധികം നഷ്ടപ്പെടുന്നത് മാത്രമല്ല, നമുക്ക് സ്വയം ഒരു റെസ്പെക്റ്റ് പോലും ഇല്ലാണ്ടാവും. അതായത് നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല, നമ്മൾ അത്രയും മോശമാണെന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ചിന്തിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാർട്ട്ണറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവരങ്ങനെ ചീറ്റ് ചെയ്തു എന്നുള്ളത് അവർ തിരഞ്ഞെടുത്തൊരു കാര്യമാണ്. അതിലൊരിക്കലും നിങ്ങൾക്ക് കുറവായത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ അല്ലാത്തത് കൊണ്ടോ അല്ല. നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ മറ്റൊരാളെ ചൂസ് ചെയ്തത്. അങ്ങനെ വേണം നിങ്ങൾ വിചാരിക്കാനായിട്ട്. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അവരെ മനസ്സിലാക്കാതിരിക്കുക, അവരാഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ അവരോട് പെരുമാറാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓഫ്കോഴ്സ് അവർക്ക് അങ്ങനെ ഒരു ചെറിയൊരു വിഷമമൊക്കെ വരാം. അങ്ങനെയും അവർ മറ്റൊരു അഫെയറിലേക്ക് പോവാം. പക്ഷെ ഇത് കേട്ടപാടെ നിങ്ങളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫ് ഒരിക്കലും നന്നായിട്ട് മുന്നോട്ട് പോവില്ല. എപ്പോഴും നിങ്ങൾക്ക് സ്വയം തോന്നിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ഓക്കെ അല്ല എന്നുള്ളത്. സോ അങ്ങനെ നിങ്ങളുടെ കോൺഫിഡൻസ് കളയുന്ന രീതിയിൽ നിങ്ങളൊന്നും ചെയ്യരുത്. എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് മാറ്റാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എടുത്തു ചാടി ചെയ്യാൻ പാടില്ലാത്തത്. ഇപ്പോൾ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു അഫെയർ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരാണ് തെറ്റ് ചെയ്തത്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ വേണ്ടാന്ന് വെച്ചതെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ അതിന് പകരം നിങ്ങൾ ചോദിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കിനി റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് അവർക്കതിന് കഴിയുമോ, അവർക്കതിന് ആഗ്രഹമുണ്ടോ, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ചിലപ്പോൾ അവരെല്ലാം മറന്ന് നിങ്ങളുടെ കൂടെ നിൽക്കാനും നിങ്ങളെ സ്നേഹിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളിൽ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് പെട്ടെന്നൊരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. അതല്ലാതെ ചെറിയൊരു തെറ്റാണ് അവർ ചെയ്തതെന്നുണ്ടെങ്കിൽ അതൊന്ന് മറക്കുക, പൊറുക്കുക, എന്നിട്ട് മുന്നോട്ട് പോകാൻ പ്രയാസമാണെങ്കിലും അത് കുറച്ചുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കുന്ന കാര്യമാണ്. അഥവാ അങ്ങനെ അഫെയർ ഉണ്ടായിട്ടും അതെല്ലാം മറന്ന് മുന്നോട്ട് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവരെ അത് ഓർമ്മിപ്പിക്കാതിരിക്കുക, കുത്തി പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ബന്ധം നന്നായിട്ട് പോവില്ല. അതല്ലാത്ത പക്ഷം എല്ലാം മറന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ മനോഹരമായിട്ട് പോവാം. അങ്ങനെ എല്ലാം ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും അവരെ ആ ഒരു അഫെയറിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഒരു ബന്ധം നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്കും വിട്ടേക്കാം. അപ്പം എന്തായാലും എടുത്തു ചാടി ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. കുറച്ച് ടൈം എടുക്കുക. കുറച്ച് ടൈം എടുത്തിട്ടും നിങ്ങളുടെ മനസ്സ് പറയുന്നത് ഈ ബന്ധം വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോവാം. കാരണം നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് തരുന്നത്
ചിലപ്പോൾ ശരിയായ ഒരു തീരുമാനമായിരിക്കാം. നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ ഓക്കെ ആവാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അതിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയായാലും എടുത്തു ചാടി ഇത് ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കുറേ പേർക്കൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയേണ്ടത് ചിലപ്പോൾ കുറച്ച് ആളുകൾക്കായിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെ അറിയേണ്ട ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ വിചാരിക്കുന്നു. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ വേണ്ടവർക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ പ്രോബ്ലം എന്താണെങ്കിലും അതിന് കൃത്യമായ സൊല്യൂഷൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്